നമുക്ക് ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോവാം. നമ്മൾ രണ്ടുപേരും മാത്രം. ഇവിടെ ശല്യം ചെയ്യാൻ ആരും വരൂല. എന്താടാ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണ്ടേ? കഴിഞ്ഞ ആഴ്ച നീ വണ്ടി എടുത്തോണ്ട് പോയി ഒരു തേപ്പാടക്കാരുടെ തേപ്പാടയിലാണ് കൊണ്ട് കയറ്റിയത്. എടാ ആക്സിഡന്റും ക്ലച്ചും മാറിപ്പോയതാ. എന്നിട്ട് ആ ഇടിച്ചു കിടന്ന സ്ഥലത്ത് നിന്ന് നീ റിവേഴ്സ് എടുത്ത് വില്ലേജ് ഓഫീസിലേക്ക് കയറ്റി എന്തിനാ? എന്നിട്ട് ഞാൻ വില്ലേജ് ഓഫീസറിന് അപേക്ഷ കൊടുത്തിട്ടാണ് വണ്ടി എടുത്തോണ്ട് വന്നത്. മനഃപൂർവ്വം അല്ലല്ലോ. മനഃപൂർവ്വം അല്ല. പക്ഷെ ഇനി നീ ആ നാട്ടിൽ കൂടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ നിന്നെ പുട്ട് വേവിക്കണ പോലെ വേവിക്കും. നീ മിണ്ടരുത്. ആദ്യം തന്നെ ഈ ഫോണും വാളറ്റും എല്ലാം എടുത്ത് മാറ്റി വെക്കണം. ബിക്കോസ് വി ഡോണ്ട് വാണ്ട് എനി ഡിസ്ട്രാക്ഷൻ. ഇത് ആക്സിലറേറ്റർ, ഇത് ബ്രേക്ക്, ഇത് ക്ലച്ച്, ABC, ഇത് ഗിയർ. ഇനി ഇങ്ങോട്ടിരി. എടാ വേണ്ടടാ, കാട് ഒന്നുമില്ല ഇവിടെ. ആണെങ്കിൽ കൊതുക്. ഞാൻ അപ്പുറത്തങ്ങ് ഇരിക്കുന്നില്ല, ഇവിടെ ഇരുന്നോളാം. ആ, നീ വണ്ടി ഓടിക്കുമ്പോൾ ഇതേപോലത്തെ പല പ്രതിസന്ധി ഘട്ടങ്ങളും വരും. ഇതൊക്കെ തരണം ചെയ്ത് പോവാനാണ് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോകുന്നത്. എടാ നിന്റെ വെള്ളം ഉണ്ടോടാ? ടെൻഷൻ ആണോടാ? വെള്ളമൊന്നും ഇവിടെ കിട്ടില്ല. നമ്മൾ ടൗണിൽ നിന്ന് 45 കിലോമീറ്റർ മാറിയാണ് വന്നിരിക്കുന്നത്. ഇനി വെള്ളം വേണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോകണം. പക്ഷെ അവിടെ വെള്ളം കിട്ടില്ല, തണ്ണിയേ കിട്ടുള്ളൂ. ശരി, നീ വണ്ടി കുറച്ച് അനക്ക്, ഞാൻ ഒന്ന് മൂത്രം വെച്ചിട്ട് വരാം. ദൈവമേ രക്ഷിക്കണേ. വണ്ടി വണ്ടി ഓ, ഞാൻ അവിടെ മൂത്രം വയ്ക്കാൻ നേരത്തെ ഒരു മലമ്പാമ്പ് എന്നെ വളയ്ക്കാൻ നോക്കിയതാ. പക്ഷെ ഞാൻ തിന്നു കൊടുത്തില്ല. അല്ല, നിങ്ങളെന്താ ഇവിടെ? വണ്ടിന്ന് ഇറങ്ങിയാ? താക്കോലെവിടെ? താക്കോല് വണ്ടിക്കകത്താണ്. എടോ മരം വണ്ട, തന്നോട് ഞാൻ വണ്ടിക്കകത്തിരിക്കാനല്ലേ പറഞ്ഞത്. താൻ ഇപ്പൊ വണ്ടിന്ന് പുറത്തിറങ്ങിയ ആപ്പാടെ വണ്ടി 1 ഇഞ്ചാണ് താൻ എനിക്കിത്. താൻ്റെ ചേച്ചി ഇവിടെ പഠിച്ചോളൂ, നല്ല പ്രായമുള്ളത്. എനിക്ക് ഇവിടെ ആനയും പോത്തൊക്കെ ഇറങ്ങണ കാടാണ്. തനിക്ക് വേറെ പണിയില്ലേ? നമ്മൾ ഇങ്ങനെ തിരിച്ചു പോകും. 45 കിലോമീറ്റർ നമ്മൾ ഓടിപ്പോവോ? അല്ലെ വല്ല കാട്ടനെടുത്ത് ലിഫ്റ്റ് വെച്ചാൽ നമ്മൾ കാട്ടനയുടെ മണ്ട കയറി പോവും. തനിക്ക് വേറെ